ഇന്ന് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നമുക്കറിയാം, ഇന്ത്യയിലെ RSS നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ് അവരുടേതായ അജണ്ടകൾ വലിയ തോതിൽ നടപ്പാക്കി പോവുകയായിരുന്നു. അത് നടപ്പാക്കുന്നതിനായി എല്ലാ വളഞ്ഞ വഴികളും അവർ സ്വീകരിക്കുന്നുണ്ടായിരുന്നു. വർഗീയതയെ വലിയ തോതിൽ ഉപയോഗിക്കുക, ജനങ്ങളെ വ്യത്യസ്ത ചേരികളിലാക്കുക, വൻതോതിൽ ഭിന്നത ജനങ്ങളിൽ സൃഷ്ടിക്കുക, അതിൻ്റെ എല്ലാം മറവിൽ കൂടുതൽ ജനവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുക. ഈ ഘട്ടത്തിലെല്ലാം തങ്ങളുടെ വർഗീയ നിലപാടുകൾ മൂലം ഒരു വിഭാഗം ആളുകളെ ഒന്നിച്ചു നിർത്താൻ BJPക്ക് കഴിയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി BJPയുടെ ഗവൺമെൻറ് തുറന്നും അധികാരത്തിൽ വരുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ലഭിച്ച അധികാരം തങ്ങളുടെ ഹീനമായ അജണ്ടകൾ, അത് നമ്മുടെ മതനിരപേക്ഷതയ്ക്കെതിരാണ്, ഫെഡറലിസത്തിനെതിരാണ്, ജനാധിപത്യ രീതികൾക്കെതിരാണ്. അത്തരത്തിലുള്ള അജണ്ടകൾ നടപ്പാക്കുന്നതിനാണ് വീറോടെ BJP ഗവൺമെൻറ്റുകൾ നീങ്ങിയിരുന്നത്. ഇതിന് നിർഭാഗ്യവശാൽ സഹകരിച്ച ഒരു വിഭാഗം ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അതിൽ ഒരു ഭാഗം രാജ്യത്തെ ഇടത്തരക്കാരുമായിരുന്നു. ഇവര് BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ ന്യൂനപക്ഷങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഒക്കെ എതിരായിട്ടുള്ളതാണല്ലോ. അതൊന്നും തങ്ങളെ ബാധിക്കുന്നില്ല എന്നൊരു ചിന്തയിലായിരുന്നു ഇവരെ സഹായിച്ചവരും പിന്താങ്ങിയവരും നിന്നിരുന്നത്. എന്നാൽ നമ്മുടെ കുട്ടികൾ അവരുടെ പഠനത്തിൻ്റെ ഭാഗമായി നീറ്റ് പരീക്ഷയൊക്കെ എഴുതേണ്ടതിനു വേണ്ടി വലിയ തയ്യാറെടുപ്പാണ് നടത്തുന്നത്. രാപ്പകൽ നല്ല കഠിനാധ്വാനം നടത്തി പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ആ കുട്ടികൾ നല്ലൊരു ഭാഗം നമ്മുടെ സമൂഹത്തിലെ ഇടത്തരക്കാരുടെ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളുമുണ്ട്. ഈ കുട്ടികൾ അധ്വാനിച്ചത് വെറുതെയാകുന്ന അവസ്ഥ വന്നു. ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ പരീക്ഷയ്ക്ക് മുൻപ് തന്നെ സ്വാധീനമുള്ള ആളുകൾക്ക് കിട്ടുന്ന അവസ്ഥയുണ്ടായി. വലിയ അഴിമതിയാണ് അതിൻ്റെ ഭാഗമായി അരങ്ങേറിയത്. രാജസ്ഥാനിലെ BJPയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, ഭാരതീയ ജനതാ യുവമോർച്ച നേതാവ് ആയിരുന്നു ഈ പരിപാടിയുടെ സൂത്രധാരകൻ, നേതൃത്വം വഹിച്ചത്. പക്ഷേ നമുക്കാർക്കും ആ മനുഷ്യൻ്റെ പേര് വേണ്ടത്ര മനസ്സിൽ നിൽക്കില്ല. കാരണം
ആ പേര് ആ രീതിയിൽ രാജ്യത്ത് പ്രചരിപ്പിക്കേണ്ടവർ പ്രചരിപ്പിച്ചില്ല. അത് BJP സർക്കാർ സ്വീകരിച്ച സമീപനത്തിൻ്റെ ഭാഗമായിരുന്നു.